ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കന്യാകുമാരിയിലെ തന്നെ അതിപ്രശസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ കടൽ വഴിയാണ് കേട്ടോ പോണേ. കടലിൽ കുറച്ച് ദൂരം ബോട്ടിലിരുന്നുള്ളെങ്കിൽ നമുക്ക് നെഞ്ചക്കൊന്ന് പിടക്കും. കടലിൽ കൂടി ഇങ്ങനെ ഒരു ബോട്ടിന് പോണത് ഇത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ആ സമയത്ത് ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്ന സമയത്ത് ആരും ഒരു ചെക്കൻ ഹായ് കാണിക്കണ്ടായിരുന്നുണ്ട്. ഇതാണ് ആ സ്റ്റാറ്റു, തിരുവള്ളൂർ സ്റ്റാറ്റു എന്ന് പറയണത്. അതേപോലെ തന്നെ ഇത് കന്യാകുമാരി അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ദേവിയുടെ അടുത്ത് തന്നെ, ദേവിയുടെ ഇതിനോട് ചേർന്ന് അവിടെ തന്നെ ത്രിവേണി സംഗമമൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ത്രിവേണി സംഗമത്തിനെ പറ്റി അറിയാമല്ലോ. 3 ഭാഗങ്ങളും വന്ന് ചേരണതാണ്, 3 കടലുകളും 3 സ്ഥലത്തുനിന്ന് ചേരണതാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിറങ്ങിയതിന് ശേഷം ആ ജാക്കറ്റുകളൊക്കെ നമ്മൾ മാറി അവർ പറയണ ഓരോ കൊട്ടയിലിടണം. ഓരോ വണ്ടിക്ക് ഓരോ കൊട്ടകളാണ്. ഞങ്ങൾ ആദ്യം വേറെ കൊട്ടയെ കൊണ്ടിട്ടപ്പോൾ അവർ പറഞ്ഞു അല്ലല്ലോ, ഓരോ വണ്ടിക്ക് ഓരോ കൊട്ടയാണെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ഇടണം. ഇതാണ് വിവേകാനന്ദ പാറ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൂടി നമ്മൾ സൈഡാണ് ഇപ്പോൾ കാണിച്ചത്. ഫ്രണ്ട് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ വലിയൊരു പ്രതിമയുണ്ട്. ഫോൺ അലൗഡ് അല്ല. ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. അത് മാത്രമേ ഇവിടെ അത് കാണാനായിട്ട്. എന്നാലും നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വെയിലായിരുന്നു, ഉച്ച ടൈം ആയിരുന്നു തന്നെ. പക്ഷെ എന്നാലും അത്രയ്ക്ക് അവിടെ അയക്കുന്നില്ല. എന്നാലും ഇപ്പോഴത്തെ ചൂടിന് അത്യാവശ്യം ഇതുണ്ടായിരുന്നെങ്കിൽ കാറ്റ്, കടലാണല്ലോ. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ദേവിയുടെ കാൽപാദം പതിഞ്ഞൊരു മെഡിറ്റേഷൻ സെൻ്ററായിട്ടാണ്. ഇപ്പോൾ ഒരു മെഡിറ്റേഷനും ചെയ്യാനായിട്ടോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അവിടെ ചില്ലൊക്കെ ഇട്ടിട്ട് ദേവിയുടെ ആ കാൽപാദത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് പൈസ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കാം, അകത്തും ഇരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നിട്ട്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു പീസ്ഫുൾ ഏരിയ ആയിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, ദേവിയുടെ കഥയൊക്കെ നമുക്ക് ഓർമ്മ വരുമല്ലോ. കന്യാകുമാരി ദേവിയുടെ കഥ. അങ്ങനെ കന്യാകുമാരി ദേവിയുടെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ആയിരുന്നത്. അപ്പം അതേപോലെ തന്നെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൽ കൂടി കയറിയൊക്കെ ശരിക്കും ആൾക്കാർ പറയണ പോലെ അല്ല കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്താ പറയുക, ഇങ്ങനെ കേട്ടറിവുള്ളൂ ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ചെന്ന് അനുഭവിച്ചറിയുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ഒരിക്കലെങ്കിലും പോയിട്ടില്ലാത്തവർ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി നടക്കാനായിട്ട് അത്രയ്ക്ക് ധൈര്യം വേണം. ആൾക്കാർ നടക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ പേര് നടന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി സൈഡിൽ കൂടി നടക്കണേ. ദേവൂട്ടി ഇങ്ങോട്ടൊക്കെ നടന്നു പോകണമായിരുന്നു. പിന്നെ അവർ നടക്കണില്ലെന്ന് വെച്ചിട്ട് നമ്മൾ നടക്കും. കാരണം അത് ഉള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് താഴെ കുത്തിനങ്ങോട്ട് വീഴും. പൊട്ടില്ലെന്നറിയാം, എന്നാലും ഒരു ടെൻഷൻ ആവുമല്ലോ നമുക്ക്. കുറച്ച് ഭാഗം അങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേനും നമുക്ക് താഴത്തോട്ട് നോക്കിയാൽ പിന്നെ നമ്മൾ നടക്കില്ല. ഞാൻ നേരെ നോക്കി തന്നെ നടക്കുള്ളൂ. നേരെ നോക്കി ഒന്നും അറിയണമെന്നോ, താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നം വരുന്നു. അത്രയ്ക്ക് ടെൻഷനായി പോകും നമ്മൾ. ഇതാ സ്റ്റാറ്റു കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിൽ കയറണമല്ലോ, ഒരു ഇതേ രീതിയിൽ കയറണം. അതിൻ്റെ ഉള്ളിൽ കയറണ ഭാഗമാണ് കാണിച്ചത്. അത് ഈ പറയണ മാതിരി നല്ല തണവൊക്കെ ഇരുന്നു അവിടെ കേട്ടോ. അങ്ങനത്തെ കല്ലൊക്കെയാണല്ലോ അവിടെ. അപ്പോൾ ആ ഒരു ഇതിൽ കൂടി നമ്മൾ ഒരു എന്താ പറയുക, ഗുഹയൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു സ്റ്റെപ്പിൽ കൂടി നമ്മൾ കയറി. എന്നുവെച്ചാൽ ഇടുങ്ങിയ സ്ഥലമാണേ. ആ സ്റ്റെപ്പിൽ കൂടി ഞങ്ങൾ കയറി ഏറ്റവും മുകളിലെത്തി. ആ പ്രതിമയുണ്ട് ഈ കാണണേ. ഒന്നും പറയാനില്ല. സുനാമി വന്നപ്പോൾ പോലും ഇതിൻ്റെ മുകളിൽ വരെയും തിരമാല അടിച്ചെന്നാണ് കേൾക്കണത്. ഇതിൻ്റെ മുകളിലത്തെ പൊക്കം വരെ പൊന്തിന്നാണ് കേൾക്കണത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.